നെല്ല് ഒരുപാട് വെന്ത അരി കളിഞ്ഞു പോകും. എടുക്കട്ടെ? അത് വെന്ത അളിഞ്ഞാ പറ്റില്ല. ഇതാടെ വെക്ക. ചൂടുണ്ട്. വാരുക. ഇന്നലെ ഇത്തിരി മഴയുണ്ടായിരുന്നു, ഒന്നും മഴയില്ല. ചാക്ക് പിടിക്ക്. വാരട്ടാ, കുറച്ച് വര. ഇന്നത്തെ മക്കൾക്കൊന്നും ഇത് അറിയില്ല. നെല്ല് പോണ്ട. എന്താ അറിയോ, ഇന്നത്തെ മക്കള് നെല്ല് പുഴുങ്ങണ. എന്താ പരിപാടി? ഇതാ നെല്ല് പുഴുക്കുക. നെല്ല് വെക്കുക. താത്താ എന്താണ് ഇത്? നെല്ല് വെക്കാണ്. തോണ്ടു അല്ലേ? നെല്ല് പുഴുങ്ങിട്ട് ഇത് ഇന്നുള്ള മക്കൾക്ക് അറിയോ? അറിയില്ല. ഇന്നറിയോ? ആദ്യകാലത്ത് ഇത് നമ്മൾ കൊണ്ടുവന്നിട്ട് അല്ലേ? അന്ന് ഉണക്കണത് നമ്മൾ എന്തിനാണ്? അല്ല, വട്ടപ്പരമ്പ. വട്ടപ്പരമ്പ് എന്ന് പറയും നമ്മളിവിടെ പാലക്കാട്. തൃശ്ശൂർ ജില്ലയില് പനമ്പ് പറയും. കട്ടപ്പരമ്പ്, വട്ടപ്പരമ്പ് അല്ലേ? ഇത് നമ്മൾ നന്നായിട്ട് പുഴുങ്ങി ഉണക്കിയ ശേഷം എന്ത് ചെയ്യണം? മില്ലിൽ കൊണ്ട് അരക്കണം. ആ അരി എങ്ങനെ ഉണ്ടാവും? ഇന്നുള്ള അരി പോലെയാണ്. ഇന്ന് മക്കള് കുട്ടികളില്ല, നമ്മുടെ പിള്ളേര് അവർ വേഗം ചോർന്നുണ്ട്. ഇത് എങ്ങനെ ഉണ്ടാകുന്ന മക്കൾക്ക് അറിയോ? അറിയില്ല. നല്ല കഷ്ടമുണ്ട് ഇത്. പിന്നെ തീ അടുപ്പ് കൂട്ടി തീ വെച്ച് അതിൽ നമ്മൾ ഈ നെല്ല് കലപ്പി. അന്നൊക്കെ മൺകലമാണ് അല്ലേ? ചെമ്പുകലം, മൺകലം. താത്ത നിങ്ങൾക്ക് അങ്ങനെ വെച്ചിട്ടുള്ളത് അല്ലേ? ഇത് നോക്കി, ഇന്നിപ്പോ നോക്കി. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല. അത് അറിയാൻ വേണ്ടിട്ട് ഇപ്പോ നമ്മളിപ്പോ ഒരു വീഡിയോ ചെയ്താണിത് കണ്ടപ്പോ. എന്താണെങ്കിലും ഈ ഇതിന് എവിടെ ഇട്ട് ഉണക്കൂനി? ആദ്യം അല്ലെങ്കിൽ റോഡാണ് ഇല്ലേ? ഇപ്പൊ റോഡിലിടാൻ പറ്റില്ല, നിയമമില്ല, വട്ടപ്പരമ്പുമില്ല. ഇപ്പൊ ടെറസിന് മുകളിൽ കൊണ്ടുപോകണം. ടെറസിന് മുകളിൽ കൊണ്ട് ടാർപ്പായിട്ടോ അല്ലേ? ഇത് നമ്മൾ എന്നിട്ട് ഇനിയും ചെയ്ത് അരക്കാൻ അവിടെ കൊണ്ടുപോകും. മില്ലിൽ കൊണ്ടുപോകണം. അത് മില്ലുകളും ഇല്ല. മില്ലൊക്കെ പോയിട്ട് ഇപ്പൊ എന്താ പറയാ, ആരും നെല്ല് കൊണ്ടുപോകണല്ലോ. മുളക് പൊടിക്കലും മല്ലിപ്പൊടി അല്ലേ രാധിക? എല്ലാം കടയിൽ നിന്ന് വേണ്ടതായി. എന്താണെങ്കിലേ കോമള, നിങ്ങൾ രണ്ടാം കൂട്ടിയുള്ള പണിയാണല്ലോ. നമുക്കല്ലേ? എന്താണ് താത്താനിന്ന് കലം വാങ്ങി വെച്ചല്ലേ? നമ്മുടെ മക്കളൊക്കെ ഒന്ന് അറിയട്ടെ. ഇത് വെക്കാൻ ആരെ പഠിച്ചെന്ന് പറയപ്പോ? താത്ത ഇങ്ങനെ കലം വെക്കും, ഇങ്ങനെ വെള്ളം ഒഴിക്കും, ഇങ്ങനെ നെല്ല് വെക്കുകയും മറ്റും. ഇതല്ലെങ്കിൽ ആർക്കറിയില്ല. എന്നാൽ താത്ത പറഞ്ഞത് വളരെ നന്നായി. പഴയ കാലത്ത് ഇനി ഒരു ചെമ്പും കൂടി വെക്കാല്ലേ? ഇത് കഴിഞ്ഞിട്ട് മഴക്കാലം മുളക്ക് വെച്ച് കഴിഞ്ഞാ നമ്മളിപ്പോ 2 പറ വെച്ച് വയ്ക്കുക. നമ്മൾ അരച്ചാത്ര 1 പറ കിട്ടുമോ? 1 പറ കിട്ടും. ആദ്യ കാലത്ത് നിങ്ങളൊക്കെ കുത്തുകയാണ്, കുത്തുകയാണ്. പിന്നെയാണ് വിഷയം വന്നതല്ലേ? ഇതൊന്നും ഇന്നത്തെ കുട്ടികൾക്ക് അറിയില്ല. ഇന്നത്തെ പിള്ളേർ പോകുമ്പോൾ നടക്കല്ലേ? എന്റെ കല്യാണം കഴിയുമ്പോ എന്റെ അമ്മായിയമ്മ നെല്ല് വെച്ചിട്ട് നേരം വെളുക്കുമ്പോഴേക്ക് കുറ്റി അരിയാക്കി ചോറ് വെച്ചു. എന്തിന് ഞാൻ ചെയ്തതല്ലേ? എന്റെ കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ നെല്ല് കൊയ്യാൻ പോയി കൊണ്ടുവന്ന് അതിനെ പുഴുക്കി ഉണക്കി വാരി ചാട്ടിയോട് കൊണ്ട് അരച്ചിട്ട് വന്നതല്ലേ. ഇന്നിപ്പോ ആരെങ്കിലും അടുപ്പില് മറ്റേ പറയാ തീ കത്തിക്കണ്ട. ഇത് നോക്കി, ഇതൊരു അടുപ്പ്. ഇങ്ങനത്തെ അടുപ്പ് പോലും ഇന്നത്തെ മക്കൾ കണ്ടിട്ടില്ല അല്ലേ? നാടൻ മണ്ണിൽ കുഴിച്ച അടുപ്പ്. ഇതൊക്കെ മക്കൾ കണ്ടു പഠിക്കട്ടെ. മക്കളെ, നിങ്ങൾക്കൊരു അറിവിന് വേണ്ടിയിട്ട് ഞാൻ വരുമ്പോ ഭാര്യ കോമളം, എന്റെ പ്രിയ സഹോദരി രാധിക, എന്റെ താത്ത, ഇവരെല്ലാം കൂടി നെല്ല് പുഴുങ്ങുന്നൊരു കാഴ്ച കണ്ടു. ആ ഒരു വിവരണം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോയിൽ കൂടി, മലബാരൻ ചാനലിൽ കൂടി കാണിച്ചെന്നാണ്. എല്ലാവരും കാണണം, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. സ്നേഹത്തോടെ, വാത്സല്യത്തോടെ നിങ്ങളുടെ സ്വന്തം രക്കമൻ സ്വാമി, അതേപോലെ എന്റെ പെങ്ങൾ താത്ത, എന്റെ മകള് ഈ രാധിക, എന്റെ സഹധർമ്മിണി ശ്രീമതി കോവളം. നന്ദി, നമസ്കാരം.